ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. കണ്ണുകളാൽ കാണുമേ, കണ്ണുകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനേ. കണ്ണുകളാൽ കാണുമേ, കണ്ണുകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനേ. സുന്ദരരൂപനേ, വന്ദിതനാഥനേ, മാറനാഥ മാറനാഥ. സുന്ദരരൂപനേ, വന്ദിതനാഥനേ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരായേ, കാന്തനമെന്നേശുവേ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരായേ, കാന്തനമെന്നേശുവേ. ദിനതോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. ദിനതോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ
ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഒരിക്കൽ കൂടി ചേർന്നിരിക്കുവാനും തിരുവചനം ധ്യാനിക്കുവാനും നമുക്ക് കർത്താവ് അവസരം തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വേദഭാഗമാണ് വായിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. യേശുവോ ഒലുമലയ്ക്ക് പോയി. അധികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. യേശു പ്രഭാതകാലത്തിൽ ദൈവാലയത്തിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും അനേക പുരുഷന്മാരും ചേർന്ന് വ്യഭിചാരകർമ്മത്തിൽ ഒരു സ്ത്രീയെ പിടിച്ച് യേശുവിൻ്റെ അരികിലേക്ക് ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നു എന്ന്. ദൈവമക്കളെ, വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ അനേക പുരുഷന്മാർ ചേർന്ന് യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. അവർ കർത്താവിൻ്റെ അരികിൽ വരുമ്പോൾ പറയുന്നുണ്ട്, സ്ത്രീയെ വ്യഭിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. യേശുവിന് ഈ സ്ത്രീയെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്നാണ് അവളെ കൊണ്ടുവന്നവർക്ക് അറിയേണ്ടത്. പ്രിയപ്പെട്ടവരെ, യേശു ഇവളെ കുറിച്ച് എന്തു പറയും? ഒന്ന്, അവരുടെ ഉള്ളിലെ ചിന്ത, ഇവളെ വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ ഇവൻ ന്യായപ്രമാണത്തിന് എതിരാണെന്ന് പറയാം. അല്ല, ഇവളെ കല്ലെറിയുക എന്ന് പറഞ്ഞാൽ ഇവൻ ദൈവപുത്രനല്ല എന്ന് പറയാം. ഈ രണ്ടുദ്ദേശമാണ് അവർക്കുള്ളത്. എന്ത് കർത്താവ് പറയുമെന്നറിയാനാണ് അവളെ കൊണ്ടുവന്നത്. ദൈവമക്കളെ, ഒരിക്കലും ആ സ്ത്രീ യേശുവിനെ കണ്ടുമുട്ടണമെന്നോ അവളുടെ ജീവിതത്തിലൊരു മാറ്റം വരണമെന്നോ ഒന്നും ആഗ്രഹിച്ചവളായിരിക്കില്ല. കാരണം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് അവൾ യേശുക്രിസ്തുവിൻ്റെ അരികിൽ വന്നു പറ്റിയത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഈ ലോകത്തിൽ വെച്ച് ആ സ്ത്രീക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ ഒരു സുവർണ അവസരമായിരുന്നു, ഒരു ഭാഗ്യ നിമിഷമായിരുന്നു അവൾക്ക് വന്നു കിട്ടിയത്. അവളുടെ സൃഷ്ടാവിൻ്റെ അരികില്, അഖിലാണ്ടത്തിന്റെ ഉടയവനായ, മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ വീണ്ടെടുപ്പുകാരന്റെ അരികിലാണ് അവൾ വന്നതെന്ന് അവൾ ഒരിക്കലും അറിഞ്ഞു കാണുകയില്ല. ദൈവമക്കളെ, തിരുവചനത്തിന്റെ കീഴിൽ വരുമ്പോൾ നാം അനേകരും അറിയാതെ പോകുന്ന വലിയൊരു സത്യമാണെന്ത്? എൻ്റെ സൃഷ്ടാവ് എന്നെ സന്ദർശിക്കാൻ വരുന്ന, എന്നെ സ്നേഹിക്കുന്ന ദൈവം എന്നെ അടുക്കിലേക്ക് വരുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എന്നെ തേടി വന്നിരിക്കുന്ന സമയമാണെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറില്ല. ദൈവമക്കളെ, ദൈവവും ആ സ്ത്രീയുമായിട്ട് കണ്ടുമുട്ടിയ അത്ഭുത നിമിഷമായിരുന്നു അത്. ആ കൊണ്ടുവന്നവർക്കൊക്കെ പിന്നെ വലിയ പ്രസക്തിയൊന്നും അവിടെ ഉള്ളതായിട്ട് നാം കാണുന്നില്ല. പിന്നെ അവൾ യേശുവിൻ്റെ അരികിൽ നിൽക്കുകയാണ്. കർത്താവ് എല്ലാവരെയും നോക്കി, അവളുടെ മുഖത്തേക്ക് നോക്കി. ദൈവമക്കളെ, കർത്താവ് കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. 6-ാമത്തെ വാക്യം. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഒരു വ്യഭിചാരകർമ്മത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ മാത്രമായിട്ട് കല്ലെറിഞ്ഞു കൊല്ലാൻ ന്യായപ്രമാണം സമ്മതിക്കുന്നില്ല. അങ്ങനെ കല്ലെറിഞ്ഞു കൊല്ലണമെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയും കൂടുമ്പോഴാണ് വ്യഭിചാരം നടക്കുന്നത്. ആ സ്ത്രീയെയും പുരുഷനെയും ഇരുവരെയും കൊണ്ടുവന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ കല്ലെറിഞ്ഞു കൊല്ലാൻ കഴിയുള്ളൂ. പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്, ലേവ്യ പുസ്തകം 20:10 ആവർത്തനം 22:22 അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കാം. ലേവ്യ 20:10 വായിക്കാം. ഒരു പുരുഷനും സ്ത്രീയും പാപത്തിലകപ്പെട്ട് പിടിക്കപ്പെട്ടാൽ അതിൽ ഒരാളെ മാത്രമായിട്ട് കല്ലെറിഞ്ഞു കൊല്ലാൻ നിയമം അനുവദിക്കുന്നില്ല, ന്യായപ്രമാണം അനുവദിക്കുന്നില്ല. വായിക്കാം. ഒരുത്തൻ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്നവൻ കൂട്ടുകാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്ന വ്യഭിചാരിയും വ്യഭിചാരിണിയും തന്നെ മരണശിക്ഷ അനുഭവിക്കണം. പ്രിയപ്പെട്ടവരെ, പുരുഷനും സ്ത്രീയും ആര് തമ്മിലാണോ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടത് അവരിരുവരും, പുരുഷനും സ്ത്രീയും, മരണശിക്ഷ അനുഭവിക്കും. എന്നാൽ ഇവിടെ നാം കാണുമ്പോൾ ഈ സ്ത്രീയെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. കർത്താവ് അവരുടെ എല്ലാം മുഖത്ത് നോക്കിയിട്ട് യേശു നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പുതിയ നിയമത്തില് കർത്താവ് എഴുതിയെന്ന് ഇവിടെ മാത്രമേ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളൂ. യേശു എഴുതിയെന്ന്. കർത്താവ് നിലത്ത് ഈ വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. യേശു നിലത്ത് എഴുതിയെന്ന്. ദൈവമക്കളെ, യേശു ക്രിസ്തു എഴുതിയെന്ന് ആകെ ഇവിടെ മാത്രമേ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളൂ. എന്നാൽ വേദപുസ്തകത്തിൽ ദൈവം എഴുതിയെന്ന് പല ഭാഗത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
യേശു പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. യേശു മാത്രം നടുനിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്ന അവർക്കെല്ലാം ഉണ്ടായ ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടാണ്. അവരുടെ മനസാക്ഷിയിൽ ആക്ഷേപമുണ്ടായി, അല്ലെങ്കിൽ മനസാക്ഷി അവരെ കുറ്റം വിധിച്ചു. എന്തുകൊണ്ടാ? കർത്താവ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നത് അവരുടെ പാപങ്ങളായിരുന്നു. മുമ്പിൽ നിൽക്കുന്നവര് വായിച്ചു നോക്കി, അത് എൻ്റെ പാപമാണ്, ഈ ലോകത്തിൽ ആരും അറിയാതെ ഞാൻ ചെയ്ത എൻ്റെ രഹസ്യ പാപങ്ങളാണ്. ദൈവമക്കളെ, അവർക്കെല്ലാം മനസാക്ഷിയിൽ ആക്ഷേപമുണ്ടായി. ഇവിടെ വായിക്കുന്നുണ്ട്, പല പ്രായത്തിലുള്ളവരായിരുന്നു, മൂത്തവർ മുതൽ ഇളയവർ വരെയും എല്ലാവരെയും മനസാക്ഷിയിൽ ആക്ഷേപമുണ്ടായി. അവർ പിൻവാങ്ങിക്കളഞ്ഞു എന്ന്. അവർക്കാർക്കും കല്ലെറിയുവാനുള്ള ധൈര്യമുണ്ടായില്ല എന്ന്. ദൈവമക്കളെ, കർത്താവ് അവരെ സ്നേഹിക്കുകയായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ദൈവമക്കളെ, നല്ല ആത്മവ്യാപാരമുള്ള ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്ന രംഗത്ത് വന്നിരിക്കുന്ന ഏതൊരു മനുഷ്യനും കുറ്റബോധം ലഭിക്കും, പാപബോധം ലഭിക്കും. ഞാനൊരു പാപിയാണെന്നുള്ള വലിയൊരു ബോധ്യം അവന് ലഭിക്കും. പ്രിയപ്പെട്ട, എന്നാൽ ആ ശുശ്രൂഷ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ അവൻ ആ പാപബോധം ലഭിച്ചതിന് ഒത്തവണ്ണം ദൈവത്തോടൊരു ഉടമ്പടിയും സമർപ്പണവും പറയാതെയാണ് എഴുന്നേറ്റ് പോകുന്നതെങ്കിൽ അതെല്ലാം അവന് നഷ്ടപ്പെട്ടു പോകും. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, അവർക്ക് ആർക്കും പ്രയോജനം കിട്ടിയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ടോ, അവരുടെ പാപം കർത്താവ് എഴുതി കാണിച്ചതുകൊണ്ടോ, അവർക്ക് കുറ്റബോധം വന്നതുകൊണ്ടോ അവർക്ക് ആർക്കും ഒരു പ്രയോജനം ഉണ്ടായില്ല. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ഈ ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ വചന കേൾവി കൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഈ വചന കേൾവി കൊണ്ട് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ കർത്താവിൻ്റെ അരികിൽ ആ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്നതുപോലെ ശാസ്ത്രിമാരും അനേകരും കൂടി കൊണ്ടുവന്നു, എന്നാൽ അവർക്കാർക്കും ഒരു പ്രയോജനവും ലഭിച്ചില്ല. അവർ വന്ന ഉദ്ദേശമോ നടന്നില്ല. അവരുടെ പാപവും അവരുടെ ഹൃദയത്തിൽ മറഞ്ഞിരുന്നെല്ലാം കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തുവെങ്കിലും അവർക്കൊരു പ്രയോജനവും കിട്ടിയില്ല. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, നാം വചനം കേട്ടതുകൊണ്ടോ, എത്ര കാലം കൂട്ടായ്മയിൽ വന്നതുകൊണ്ടോ, ഏതെങ്കിലും സഭയോട് ചേർന്ന് നിന്നുകൊണ്ടോ മാത്രം നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയില്ല. ദൈവമക്കളെ, നമുക്ക് പാപബോധം വരുമ്പോൾ, നമുക്ക് അനുതാപം വരുമ്പോൾ, നമ്മുടെ ഹൃദയം നമുക്ക് കുറ്റബോധം തരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമുള്ള രംഗത്തിരിക്കുമ്പോൾ നമുക്ക് സമർപ്പണങ്ങൾ എടുക്കാൻ കഴിയണം, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. കർത്താവേ, ഈ ജീവിതം നിനക്ക് തരികയാണെന്ന് പറയാനുള്ള ഒരു എളിമ നമുക്ക് വരണം. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് കൂട്ടായ്മയിൽ വരുന്നതെന്ന്? ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? അത് മതി പ്രിയപ്പെട്ടവരെ. എന്നാൽ നാം മനസ്സിലാക്കണം, അനേക ദൈവമക്കൾ ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ വചനം പറയുകയും കർത്താവിനെ പാടി സ്തുതിക്കുകയും ചെയ്യുമ്പോൾ, ദൈവമക്കളെ, കർത്താവിൻ്റെ തിരുസാന്നിധ്യം കൂട്ടായ്മകളിൽ ഇറങ്ങി വരുമ്പോൾ, സ്വർഗത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയം ചലിക്കാൻ തുടങ്ങും, മനുഷ്യൻ്റെ ഹൃദയം ഉരുകാൻ തുടങ്ങും. ദൈവമക്കളെ, ഏത് പാറ പോലെയുള്ള ഹൃദയവും ദൈവസ്നേഹത്തിന് മുമ്പിൽ ഉരുകി ഒഴുകാൻ തുടങ്ങും. എൻ്റെ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. അത് കല്ലുപോലിരുന്ന കഠിനഹൃദയനായിരുന്ന, ലോകത്തിൻ്റെ ഒന്നിൻ്റെ മുമ്പിൽ മുഖം കുനിക്കാതിരുന്ന എൻ്റെ ഹൃദയത്തിലേക്ക് കാൽവറിയിലെ സ്നേഹം കടന്നു വന്നപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിച്ചപ്പോൾ എൻ്റെ ഹൃദയം ഉരുകിപ്പോയത്, എൻ്റെ ഹൃദയം തകർന്നു പോയത്, എനിക്കൊരു എളിമ ലഭിച്ചത്, കർത്താവിനോടൊരു വാക്ക് പറയാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവമക്കളെ, ദൈവസാന്നിധ്യമുള്ള രംഗത്ത് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമുള്ളിടത്തിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകരും, നമ്മുടെ ഹൃദയം കണ്ണീരണിയും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നാം പുതിയ സമർപ്പണങ്ങൾ എടുക്കണം, പുതിയ തീരുമാനങ്ങൾ കർത്താവിനോട് പറയണം. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന അതിനാണ്. കർത്താവിൻ്റെ തീ ഇറങ്ങുമ്പോൾ നമ്മെ തന്നെ സമർപ്പിക്കണം, പുതിയ ഉടമ്പടി എടുക്കണം. കർത്താവിൻ്റെ സന്നിധി നമ്മുടെ കുറവുകൾ ഏറ്റുപറയണം, ഇന്നലകളിൽ വന്നുപോയ വീഴ്ചകളെല്ലാം ഏറ്റുപറയണം. പുതുക്കത്തിൻ്റെ സമർപ്പണം നാം എടുക്കണം. കർത്താവേ, നിന്റെ കരമെൻ്റെ മേൽ വെക്കണമേ, നിന്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ, ഒരിക്കൽ കൂടി നിന്റെ പുണ്യാഹരക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, ആത്മാവിൻ്റെ വ്യാപാരമുള്ളിടത്ത് ഇരിക്കുമ്പോൾ ദൈവമക്കളെ മാത്രം പോരാ, തുടർന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം, ഒറ്റയ്ക്ക് സമർപ്പിക്കണം, ഒറ്റയ്ക്ക് ദൈവത്തോട് വാക്ക് പറയണം. ദൈവമക്കളെ, കൂട്ടായ്മയിൽ വന്ന് നമുക്ക് കിട്ടിയ ആ തീ കെട്ടുപോകാതിരിക്കണമെങ്കിൽ, ആ തീ കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ നമുക്കതിനുള്ള ദാഹം വേണം, നമുക്കതിനുള്ള ജാഗരണം വേണം, നമുക്കതിനുള്ള കാത്തിരിപ്പ് വേണം.
അതിനുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ വേണം. ദൈവമക്കളെ, ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. ദൈവമക്കളെ, എന്താണ് കർത്താവിനോടുള്ള ഭക്തി? പ്രിയപ്പെട്ടവരെ, യേശുവിനോടുള്ള സ്നേഹമാണ്, ഒരു വ്യക്തിയോടുള്ള സ്നേഹമാണ് ക്രിസ്തീയ ജീവിതം. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച, എനിക്ക് വേണ്ടി രക്തം ചിന്തിയ, എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന, ഒരു നീചനെ പോലെ മരിച്ച ആ കർത്താവിനോടുള്ള സ്നേഹമാണ് പ്രിയപ്പെട്ടവർ ക്രിസ്തീയ ജീവിതം. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. ആ സ്ത്രീ ചിന്തിച്ചത്, ഇന്ന് എൻ്റെ ജീവിതം തീരുമെന്നാണ്, ഇനി എനിക്ക് ആയുസില്ല, ഇന്ന് ഞാനൊരു കൽക്കൂമ്പാരമായി തീരുമെന്നാണ് അവൾ ചിന്തിച്ചത്. കാരണം ന്യായപ്രമാണ യുഗമാ, കല്ലെറിഞ്ഞുവെല്ലാം വ്യവസ്ഥയുണ്ടെന്നാൽ ദൈവമക്കളെ, എല്ലാവരും പോയപ്പോൾ കർത്താവ് അവളുടെ മുഖത്തേക്ക് നോക്കി. യേശു അവളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ലോകത്തിൽ ആരും നമ്മെ ശിക്ഷ വിധിച്ചാലും, ആരെല്ലാം നമ്മെ കുറ്റപ്പെടുത്തിയാലും, ആരെല്ലാം നമ്മെ തള്ളിക്കളഞ്ഞാലും, എവിടെയെല്ലാം നമ്മെ ഒറ്റപ്പെടുത്തിയാലും, ദൈവത്തിലെ നീ ഓർത്തുകൊള്ളണം, നിന്നെ തള്ളിക്കളയാത്ത, നിനക്ക് ശിക്ഷ വിധിക്കാത്ത, നിന്നെ കുറ്റപ്പെടുത്തി ഉപേക്ഷിച്ച് കളയാത്ത യേശു വന്നിട്ട് കർത്താവോട് പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യം പറയും, യേശു കൃപയും സത്യവും നിറഞ്ഞവനായി വന്നു. ദൈവമക്കളെ, അതാണ് എൻ്റെ കർത്താവിൻ്റെ കൃപ. ഏത്? പട്ടണത്തിലേക്കും പാപിയായവളെ, പരസ്യമായ പാപത്തിൽ പിടിച്ചു കൊണ്ടുവന്നവളെ എൻ്റെ കർത്താവോട് പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, നീ പൊക്കോ, നീ പൊക്കോ, ഇനി പാപം ചെയ്യരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ കർത്താവ് അവൾക്ക് ജീവിക്കാനുള്ള സാവകാശം, അവൾക്ക് അതുവരെ ജീവിച്ചതുപോലെയല്ല. ദൈവമക്കളെ, നാം പഠിക്കേണ്ട ഒരു കാര്യമാണ്. അവൾ അതുവരെ ജീവിച്ചതുപോലെയല്ല. നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവൾ പിന്നെ ആ പഴയ കൂട്ടുകാരെ കാണാൻ പോയി കാണുമോ? ഒരിക്കലുമില്ല. പഴയ പുരുഷന്മാരെയൊക്കെ തേടിപ്പോയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്താ പ്രിയപ്പെട്ടവരെ, അവളുടെ ഉള്ളിൽ ഒരു സ്നേഹത്തിൻ്റെ അഗ്നി കത്താൻ തുടങ്ങി. അത് യേശുവിനോടുള്ള സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. അവളന്ന് ആദ്യമായിട്ടാണ് യേശുവിനെ കണ്ടതെങ്കിലും, അവൾ ആദ്യമായിട്ടാണ് യേശുവിൻ്റെ വാക്ക് കേട്ടതെങ്കിലും, ദൈവമക്കളെ ഞാൻ പറയട്ടെ, ആ കാൽവറിയിലെ സ്നേഹം, എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി അവളുടെ ഉള്ളിലെ തീജ്വാലയായി കത്താൻ തുടങ്ങി. പിന്നെ ആ പഴയതൊന്നും അവളെ ഭരിക്കുകയില്ല, പഴയ കൂട്ടുകെട്ടൊന്നും അവൾക്ക് ആവശ്യമില്ല. എപ്പോഴും അവളുടെ ഹൃദയം, എനിക്ക് ആയുസ് തന്ന, എന്നെ കുറ്റം വിധിക്കാതെ വിട്ട ആ യേശു. ദൈവമക്കളെ, എപ്പോഴും ആ യേശുവിൽ അവളുടെ ഹൃദയം പതിഞ്ഞിരിക്കുക. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, എൻ്റെ യേശുവിൽ നമ്മുടെ ഹൃദയം പതിഞ്ഞിരുന്നെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ദൈവമക്കളെ, തുടർന്നുള്ള ആ കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അവള് ശീമോന്റെ വിരുന്നുശാലയിൽ കർത്താവിനെ കണ്ടുമുട്ടിയെന്ന് നാം വായിക്കുന്നുണ്ട്. അവിടെ വെച്ച് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ശീമോനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ദൈവമക്കളെ, ഇനി അതിനേക്കാൾ വലിയ ഭാഗ്യമല്ലോ അവൾക്ക് വേണു? കർത്താവ് പരസ്യമായി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ക്ഷണിക്കപ്പെട്ട അനേക വിരുന്നുകാരുടെ മുമ്പിൽ എൻ്റെ കർത്താവ് ഒരു സാക്ഷ്യം പറയുകയാണെന്ത്? ശീമോനെ, ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആ ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ആ ധൈര്യം കിട്ടിയിട്ടുണ്ടോ? എൻ്റെ യേശു എൻ്റെ പാപമെല്ലാം ക്ഷമിച്ചു എന്ന്, എൻ്റെ യേശു എൻ്റെ പാപമെല്ലാം കഴുകിയെന്ന്, എൻ്റെ കഴിഞ്ഞ കാലങ്ങളുടെ കണക്കൊന്നും അവൻ എന്നോട് ചോദിക്കയില്ല. ദൈവമക്കളെ, ഒരു തിരികല്ല് സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയുന്ന പോലെ നമ്മുടെ പാപമെല്ലാം അവൻ എറിഞ്ഞു കളഞ്ഞു. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, നമ്മുടെ പ്രകൃതി അറിയുന്നവനാണ് നമ്മെ വിളിച്ചത്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെല്ലാം കണ്ടവനാണ് നമ്മെ വിളിച്ചത്. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. ആ യേശുവിൻ്റെ അരികിലേക്ക് വന്ന എല്ലാവരുടെയും പാപം കർത്താവ് എഴുതി. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. പുറപ്പാട് ദിവസം 32-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ വായിക്കാം. ദൈവം എഴുതിയെന്ന്. മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്നിറങ്ങി
സാക്ഷ്യത്തിന്റെ പലക രണ്ടും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്നിറങ്ങി സാക്ഷ്യത്തിന്റെ പലക, ന്യായപ്രമാണം ദൈവം എഴുതി കൊടുത്ത 10 കൽപ്പന എഴുതി കൊടുത്ത 2 കൽപ്പലകളും അവന്റെ കയ്യിലുണ്ടായിരുന്നു. വായിച്ചോ. പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു. പലക ദൈവത്തിന്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിന്റെ എഴുത്തുമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നിത്യനായ ദൈവത്തിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ആ കൽപ്പലക മാത്രമല്ല അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആ പലകയിൽ എഴുതിയത് ദൈവത്തിന്റെ കൈ എഴുതിയതാണ്. യഹോവയായ ദൈവം പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് സ്വന്തം കൈകൾ കൊണ്ട് എഴുതി കൊടുത്ത ന്യായപ്രമാണമാകുന്ന 10 കൽപ്പനകൾ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ 10 കൽപ്പനയുമായി പാളയത്തിലേക്ക് വരുമ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കറിയാം. ഒന്നാമത് ന്യായപ്രമാണം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസം പ്രിയപ്പെട്ടവരെ വലിയൊരു നിലവിളി. 3000 അന്ന് ഇസ്രായേൽ പാളയത്തിൽ പട്ടുപോയി എന്ന് നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ അന്ന് 3000 മാനസാന്തരപ്പെട്ട് സഭയോട് ചേർന്ന്. ദൈവമക്കളെ, ന്യായപ്രമാണം ലഭിച്ചപ്പോൾ വലിയ സംഹാരം നടന്നു. കൃപയുടെ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്ന്. ആ കൽപ്പലകയുടെ പ്രത്യേകത നാം വായിച്ചു കേട്ടു. യഹോവയുണ്ടാക്കിയ കൽപ്പലകയായിരുന്നു. മാത്രമല്ല അപ്പുറവും ഇപ്പുറവും എഴുത്തുള്ളതായിരുന്നു. ദൈവം തൻ്റെ കൈ കൊണ്ട് എഴുതിയതായ കൽപ്പലകയായിരുന്നു. വായിക്കാം, ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 28:19 വായിക്കാം. ഇവയെല്ലാം, ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തൻ്റെ കൈകൊണ്ട് എഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു. ദൈവാലയം പണിയുവാനുള്ള ആ പ്രമാണങ്ങളും അതിൻ്റെ ചട്ടവട്ടങ്ങളും അതിൻ്റെ രേഖകളുമെല്ലാം നിത്യനായ ദൈവം എഴുതി എന്നെ ആ എഴുത്ത് ദൂതൻ മുഖാന്തരം കാണിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറയുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ആവർത്തനം 10:4 കൂടി വായിക്കാം. ആവർത്തനം 10:4. മഹായോഗമുണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത 10 കൽപ്പനയും യഹോവ മുമ്പിലത്തെ എഴുത്തുപോലെ പലകകളിൽ എഴുതി. ഒന്ന് ദൈവം എഴുതി കൊടുത്തു വിട്ട കൽപ്പലക. മോശ ആ കാളക്കുട്ടിയെ ആരാധിക്കുന്ന വിഗ്രഹാരാധികളുടെ നടുവിലേക്ക് വന്നപ്പോൾ ആ തീഷ്ണത കൊണ്ട് ജനം പാപം ചെയ്തു പോയല്ലോ എന്നുള്ള തീഷ്ണത കൊണ്ട് മോശ കോപം കൊണ്ട് എറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞു എന്ന്. പ്രിയപ്പെട്ടവരെ, പിന്നെ നാം വായിച്ചു കേട്ടു, രണ്ടാമതും ദൈവം ആ കൽപ്പനകളെല്ലാം എഴുതി കൊടുത്തു എന്ന്. ദൈവമക്കളെ, കോപം പാപമാണെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ മോശയുടെ ആ കോപം ദൈവം കണക്കിട്ടില്ല. ജനം തെറ്റിപ്പോയല്ലോ എന്നുള്ള, വിഗ്രഹാരാധനയിലേക്ക് പോയല്ലോ എന്നുള്ള ആ തീഷ്ണതയും എരിവും കൊണ്ടുണ്ടായ ആ കോപം ദൈവം കണക്കിട്ടില്ല. ദൈവം മോശയെ സ്നേഹിച്ചു. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ കൽപ്പന മോശ ഒരിക്കലും ധിക്കരിച്ചത് കൊണ്ട് മോശയ്ക്ക് കനാൻ ദേശത്തേക്ക് കാലുകുത്താൻ കഴിഞ്ഞില്ല എന്ന് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. മോശ വളരെ കെഞ്ചി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്ത്? ദൈവമേ, ഞാൻ ആ കനാൻ ദേശം, ആ പാലും തേനും ഒഴുകുന്ന ആ മനോഹര ദേശം കടന്നു എന്ന് ഒന്ന് കാണട്ടെ എന്ന്. ദൈവമക്കളെ, ദൈവം പറഞ്ഞു, ഇനി ആ കാര്യത്തെക്കുറിച്ച് നീ എന്നോട് പ്രാർത്ഥിക്കരുത്, മതി ആ കാര്യമിന്. ദൈവമക്കളെ, ഇന്ന് മനസ്സിലാക്കണം, ആത്മാവിൻ്റെ എരിവും പ്രിയപ്പെട്ടവരെ ദൈവകൽപ്പന ലംഘിക്കുന്നത് കൊണ്ടുവരുന്ന പാപവും രണ്ടാണ്. ആത്മാവിൻ്റെ എരിവില്, ജനത്തെക്കുറിച്ചുള്ള എരിവില്, ജനത്തിൻ്റെ ആത്മാവിനെക്കുറിച്ചുള്ള എരിവില്, ആ തീഷ്ണതയിൽ മോശയൊന്ന് കോപിച്ചുവെങ്കിലും അത് ദൈവം കണക്കിട്ടതായിട്ട് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ആ കൽപ്പലക പിന്നെയും ദൈവം എഴുതി കൊടുത്തു വിട്ടു എന്ന് നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരൽ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതി. തൽക്ഷണം ഒരു കൈ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്മേൽ വെള്ളമേൽ എഴുതി. ഇവിടെ നമുക്കറിയാം, ബേൽസദർ രാജാവ് തൻ്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി. ആ വിരുന്നുശാലയിൽ നടന്നൊരു കാര്യമാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആ വിരുന്നുശാലയിൽ പ്രിയപ്പെട്ട 1000 മഹത്തുക്കൾക്ക് വിരുന്നൊരുക്കിയ വലിയൊരു വിരുന്നുശാലയായിരുന്നു. അവിടെ നാം വായിക്കുന്നുണ്ട്, അവർ കാണെ വീഞ്ഞു കുടിച്ചു. ആ വിരുന്നുശാലയിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് മുകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി, അവർ കാണെ വീഞ്ഞു കുടിച്ചു. ഇനി എൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ആ കൈപ്പത്തി ആ ചുവരിന്മേൽ എഴുതുവാനുണ്ടായ കാരണം എന്താണെന്നാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. വായിക്കാം.
ബെൽസസർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ ബെൽസസർ രാജാവ് വീഞ്ഞു കുടിച്ച് മത്തനായി രസിച്ചിരിക്കുമ്പോൾ തന്റെ അപ്പനായ നെബുഖദ്നേസർ തന്റെ അപ്പനായ നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിലെ മന്ദിരത്തിൽ നിന്ന് യെരൂശലേം ദേവാലയം തകർത്ത് അവിടെ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. യെരൂശലേം ദേവാലയത്തിൽ നിന്ന് അവന്റെ അപ്പൻ കൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളില് രാജാവിനും മഹത്തുക്കൾക്കും വെപ്പാട്ടികൾക്കും എല്ലാം വീഞ്ഞു കുടിക്കാൻ ആ യെരൂശലേം ദേവാലയത്തിൽ ഒരു കാലത്ത് തീയിറങ്ങിയ യാഗപീഠത്തോട് ചേർന്നിരുന്ന ആ പൊൻവെള്ളി പാത്രങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു. യെരൂശലേമിലെ ദൈവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ കൊണ്ടുവന്നു. രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അതിൽ കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ കൈപ്പത്തി ആ ചുവരിന്മേൽ എഴുതിയതെന്നാണ് നാം വായിച്ചു കേട്ടത്. ഒന്ന്, അവൻ യെരൂശലേം ദേവാലയത്തിൽ നിന്ന് അവന്റെ അപ്പം കൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ കൊണ്ടുവന്നു. അതിൽ വീഞ്ഞു പകർന്ന് രാജാവും മഹത്തുക്കളും ഭാര്യമാരും വെപ്പാട്ടികളും എല്ലാം കുടിച്ച് മതിച്ചിരിക്കുമ്പോൾ അവര് കല്ലുകൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കിയ ഊമ വിഗ്രഹങ്ങളെ അവർ ആരാധിച്ച് സ്തുതിക്കുകയാണ്. മദ്യലഹരിയില് വിഗ്രഹാരാധന നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിന്റെ നടുവിലാണ് ഒരു കൈപ്പത്തി ആ ചുവരിന്റെ മേൽ എഴുതിയത്. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരൽ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി. ദൈവത്തിന് ഒരു കൈപ്പത്തി ആ ചുവരിന്റെ മേല് എന്തോ എഴുതുമ്പോൾ രാജാവ് അത് കണ്ടു. ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി. വായിച്ചോ. അവൻ വിചാരങ്ങളാൽ പരവശനായി അരയുടെ ഏപ്പഴിഞ്ഞു. അവന്റെ അരയുടെ ഏപ്പ് അഴിഞ്ഞുപോയി. കാൽമുട്ടുകൾ ആടിപ്പോയി. ദൈവമക്കളെ നാം മനസ്സിലാക്കണോ, നിത്യനായ ദൈവത്തിന്റെ വിരലുകൾ, ന്യായവിധിയുടെ വചനം, ബെൽസസർ രാജാവിന്റെ മദ്യം കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്ന ആ വിരുന്നുശാലയുടെ ചുമരിൽ എഴുതിയപ്പോൾ അവന്റെ വീഞ്ഞിറങ്ങിപ്പോയി, അവന്റെ ഏപ്പ് അഴിഞ്ഞുപോയി, അവന്റെ കാൽമുട്ടുകൾ ആടിപ്പോയി, അവൻ പരവശനായി തീർന്നു എന്ന്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളുമായി ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയാൽ ദൈവമക്കളെ, ന്യായവിധിയുടെ മുമ്പിൽ ഒരു ദിവസം നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുമോ? അന്ന് നമുക്കെതിരായി പ്രിയപ്പെട്ടവരെ അനേക എഴുത്തുകൾ അവിടെ വായിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ബെൽസസർ രാജാവിന്റെ അരിയുടെ ഏപ്പഴിഞ്ഞു പോയി, അവന്റെ മുഖഭാവം മാറി, അവന്റെ കാൽമുട്ടുകൾ ആടി, അവൻ ഭയപരവശനായി തീർന്നു. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, നിത്യനായ ദൈവത്തെ മറന്ന് വിഗ്രഹങ്ങളെ ആരാധിച്ച് തീയിറങ്ങി യെരൂശലേം ദേവാലയത്തിലെ പാത്രങ്ങളിൽ വീഞ്ഞു കുടിച്ച് മതിച്ചിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൈപ്പത്തി ചുവരിൽ എഴുതി വെച്ചു. അതാർക്കും വായിക്കാൻ കഴിയാത്ത ഭാഷയാണ്, മനുഷ്യർക്കാർക്കും വായിച്ചുകൂടാ. രാജാവിന്റെ പരവേശം കൂടി കാരണം ഈ കൈപ്പത്തി എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് രാജാവിന് വായിക്കാൻ മനസ്സിലാകുന്നില്ല, ആർക്കും വായിക്കാൻ കഴിയുന്നില്ല. ദൈവമക്കളെ, രാജാവ് അന്വേഷിക്കാൻ തുടങ്ങി, ഈ കൈപ്പത്തി എഴുതിയത് വായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന്. ദൈവമക്കളെ, അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ദാനിയേൽ അവിടെ ഉണ്ടെന്നും ദാനിയേലിന് ദൈവത്തിന്റെ ആത്മാവുണ്ടെന്നും ഇങ്ങനെയുള്ളതിനൊക്കെയുള്ള കഴിവ് ദാനിയേലിനുണ്ടെന്നും രാജാവിന് അറിവ് കിട്ടി. അതിന്റെ 22 മുതൽ വായിച്ച്, ദാനിയേൽ വന്ന് ആ ചുമരിന്മേൽ എഴുതിയ ആ കൈപ്പത്തി എഴുതിയത് വായിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ദാനിയേൽ പറയുന്ന കാര്യമാണ്, വായിച്ചോ. അവന്റെ മകനായ ബെൽസസറേ, ഇതൊക്കെയും അറിഞ്ഞിട്ടും നിന്റെ അപ്പനായ നെബൂഖദ്നേസറിന്റെ ജീവിതത്തിൽ വന്ന വലിയ കെടുതികളും അവന്റെ സുബോധം പോയതും അവൻ മൃഗങ്ങളോടുകൂടെ ജീവിച്ചതും അതെല്ലാം കണ്ടിട്ടും, വായിച്ചോ, തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ നിന്റെ ബെൽസസറേ, നിന്റെ ഹൃദയത്തെ താഴ്ത്തിയില്ലല്ലോ, നിനക്കൊരു എളിമ വന്നില്ലല്ലോ. അപ്പന്റെ ജീവിതത്തിൽ വന്ന കേടുകളും കെടുതികളും പ്രിയപ്പെട്ടവരെ ഭയാനകമായ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ബെൽസസർ രാജാവേ, നിനക്കൊരു എളിമ വന്നില്ലല്ലോ, നിന്റെ ഹൃദയം താണില്ലല്ലോ, നീ എളിമപ്പെട്ടില്ലല്ലോ, നീ മനുഷ്യനാണെന്ന് നീ തിരിച്ചറിഞ്ഞില്ലല്ലോ. വായിച്ചോ. സ്വർഗസ്ഥനായ കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി നീ തന്നെത്താൻ ഉയർത്തി അവന്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു. തിരുമേനിയും മഹത്തുക്കളും തിരുമനസ്സിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു കുടിച്ചു. കാൺമാനും കേൾപ്പാനും അറിവാനും വയ്യാത്ത
പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചതുമില്ല. ദൈവത്തിന് ദാനിയേൽ വന്നിട്ട് വായിച്ചു കേൾപ്പിച്ചതാണ് എന്ത്? രാജാവ് എന്തുകൊണ്ടാണ് ഈ കൈപ്പത്തി എഴുതിയതെന്ന്. ഒന്ന്, നിന്റെ അപ്പന്റെ ജീവിതം കണ്ട് നീ ഒന്ന് എളിമപ്പെട്ടില്ല. ദൈവമക്കളെ, വലിയൊരു പാഠമാണ് കേട്ടോ. നമ്മുടെ പിതാക്കന്മാരിലേക്ക് നോക്കി, അവരുടെ കാലത്ത് നമ്മുടെ കുടുംബങ്ങളിൽ വന്ന അനർത്ഥങ്ങളിലേക്ക് നോക്കി, അവരുടെ കാലത്ത് വന്ന തകർച്ചയിലേക്ക് നോക്കി, മദ്യപാനം കൊണ്ടുവന്ന വിപത്തിലേക്ക് നോക്കി, അസാൻമാർഗികമായ ജീവിതം കൊണ്ടുവന്നു പോയ വഴിത്തെറ്റുകളിലേക്ക് നോക്കി, പ്രിയപ്പെട്ടവരെ, നമുക്ക് എളിമപ്പെടാൻ കഴിയണം. നാം തിരിച്ചറിയണം, ഞാനൊരു മനുഷ്യൻ മാത്രമാണെന്ന്. രാജാവിനോട് പറഞ്ഞു, നീ യെരൂശലേം ദേവാലയത്തിലെ പാത്രങ്ങളിൽ വീഞ്ഞു കുടിച്ചു, കാണുവാനും കേൾപ്പാനും വഴിയാത്ത ഊമവിഗ്രഹങ്ങളെ സ്തുതിച്ചു. അതുകൊണ്ടാണ് ആ കൈപ്പത്തി എഴുതിയത് കൂടി വായിച്ച് എന്താണെന്ന് ദാനിയേൽ വായിച്ചു കേൾപ്പിക്കുകയാണ്. വായിക്കാം. എഴുതിയിരിക്കുന്ന എഴുത്തോ മേനെ മേനെ തെക്കേൽ ഊഫ്രസീൻ. കാര്യത്തിന്റെ അർത്ഥമാവിത്. മേനെ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെരേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ ആർക്കും വായിക്കാൻ കഴിയാതിരുന്ന ആ കൈയെഴുത്ത് ദാനിയേല്, ദൈവത്തിന്റെ ആത്മാവുള്ള ദാനിയേല് വായിച്ചു കേൾപ്പിച്ചു. രാജാവേ, നിന്റെ രാജ്യത്വം ദൈവം എണ്ണിയിരിക്കുകയാണ്. നിന്നെ ദൈവം തുലാസിൽ തൂക്കി നോക്കിയിരിക്കുകയാണ്. നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജ്യം രണ്ടായിട്ട് വിഭാഗിച്ച് കൊടുത്തിരിക്കുകയാണ്. ദൈവമക്കളെ, എത്ര കഠോരമായ വാക്കുകളാണ് രാജാവ് കേൾക്കേണ്ടി വന്നത്. എന്തുകൊണ്ടാ? അവൻ എളിമപ്പെടാതിരുന്നുകൊണ്ട്. അവൻ പിതാക്കന്മാരുടെ ജീവിതം കണ്ടിട്ട് എളിമപ്പെട്ടില്ല. സ്വന്തം ഭവനത്തിൽ വന്ന ആ കെടുതികളെല്ലാം കണ്ടിട്ടും അവൻ എളിമപ്പെട്ടില്ല. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി. എത്ര വചനം കേട്ടിട്ടും താഴാൻ കഴിയാത്ത, എത്ര ഉപദേശം കേട്ടിട്ടും എളിമപ്പെടാൻ കഴിയാത്ത, എന്തെല്ലാം തിക്താനുഭവങ്ങൾ കൺമുമ്പിൽ വന്നിട്ടും നമുക്ക് എളിമപ്പെടാൻ കഴിയാത്ത, എന്തെല്ലാം കെടുതികളിലൂടെ നമ്മുടെ കുടുംബം കടന്നുപോയിട്ടും ഒന്ന് വിനയപ്പെടാൻ കഴിയാത്ത സഹോദര, ദൈവം നിന്നെ തൂക്കി നോക്കി. ബേൽശസ്സർ രാജാവിനെ ദൈവം തൂക്കി നോക്കി. അവനെ കുറവുള്ളവനായി കണ്ടുവെന്ന് നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും തൂക്കി നോക്കുന്നൊരു ദിവസമുണ്ട്. ദൈവമക്കളെ, അന്ന് സ്ഥാന വലിപ്പമില്ല കേട്ടോ. എല്ലാവരും സമന്മാരാണ്. എല്ലാവരെയും തൂക്കി നോക്കുന്ന നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് വരുന്നൊരു ദിവസമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിച്ചറിഞ്ഞാണോ ജീവിക്കുന്നത്? ഇന്ന് ഇഷ്ടം പോലെ ജീവിക്കാൻ സഹോദര. ഇന്ന് അഹങ്കാരത്തോടെ എന്തും പ്രവർത്തിക്കാം. എന്നാൽ മകനെ, നീ കേട്ടുകൊള്ളുക. ഓ, തുലാസ് കയ്യിൽ പിടിച്ചവൻ, തൂക്കി നോക്കുന്നവൻ വരുന്നുണ്ട്. തൂക്കി നോക്കുന്ന ഒരു ദിവസമുണ്ട് സഹോദര. അന്ന് കുറവുള്ളവനായി കണ്ടാൽ നിനക്കൊരു പ്രയോജനവും ലഭിക്കുകയില്ല. ബേൽശസ്സറിനെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടു എന്ന് പറഞ്ഞ അന്ന് രാത്രി തന്നെ ബേൽശസ്സർ കൊല്ലപ്പെട്ടു എന്നാണ് തിരുവചനമായി. സഹോദര, എന്നാൽ ഇന്ന് കൃപായുഗത്തിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും പ്രിയപ്പെട്ടവരെ എളിമപ്പെടുവാനും മടങ്ങി വരുവാനും തിരുത്തുവാനും കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുവാനുമുള്ള അവസരമുണ്ട്. ദൈവമക്കളെ, നമുക്ക് സമർപ്പണമെടുക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം വെച്ചു കൊടുക്കാം. നമ്മുടെ കുറവുകളെല്ലാം പരിഹരിക്കുന്നവൻ, നമ്മുടെ കുറവുകളെല്ലാം കാൽവറിയിൽ ചുമന്നവൻ, അവൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം